IFFKയുടെ മൂന്നാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഇന്ന് IFFKയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് യൂട്യൂബറും ക്ലബ് എഫിൻ്റെ RJ ഒക്കെ ആയ നമ്മുടെ മാഹി മച്ചാനാണ്. അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ, എന്ത് തോന്നുന്നു? IFFK ഇന്ന് 29ാമത്തെ IFFK ആണ്. അതിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ് തോന്നുന്നത്? പ്രതീക്ഷകൾ ഒരുപാട് നല്ല പടങ്ങളുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുവരെയായിട്ടും ടിൽ നൗ ഈ ഒരു IFFKയിൽ ഒരു പടം പോലും കണ്ടില്ല. കഴിഞ്ഞ വട്ടം കണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കാണാൻ പറ്റിയില്ല. കാരണം ഡ്യൂട്ടി തിരക്കിൻ്റെ ഭാഗമായിട്ട് ഓടി, നിങ്ങളെപ്പോലെ തന്നെ ബൈറ്റ് എടുക്കാനും പല കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കാൻ. പക്ഷേ ഇത് നോക്കുമ്പോൾ എൻ്റെ 14ാമത്തെ 13ാമത്തെ IFFK ആണ്. ഈ 13ഉം 14ഉം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ തുടക്കകാലങ്ങളിൽ, അതായത് IFFKയിൽ ഞാൻ 5 പടവും 4 പടമൊക്കെ വെറും പബ്സൊക്കെ കഴിച്ചിട്ടിരുന്ന് കാണുമായിരുന്നു. കാരണം ഇറങ്ങും, അടുത്ത് ഓടും, കൈരളി തിയേറ്ററിലോടും, അടുത്ത നേരെ ശ്രീപന്മനാഭ പോവും, അങ്ങനെ പടം കണ്ട ദിവസങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് ഇത്തവണ ഒരുപാട് ഒരു പാസ്സില്ലാതെ വരുന്നുണ്ട്. കാരണം സിനിമ കാണാനല്ല, ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ്, ഇവിടുത്തെ വൈബ്, ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നുണ്ട്. പിന്നെ നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് മുന്നേ 2 ചേച്ചിമാരോട് സംസാരിച്ചു. അവർ റിട്ടയർഡ് ലൈഫ് കഴിഞ്ഞ് അവർ 2 കൂട്ടുകാരികളും കൂടെ വന്നിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ വെറൈറ്റി സ്റ്റോറീസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട്. അവർ രണ്ടുപേരും പറയാം റിട്ടയർ ലൈഫ് എൻജോയ് വേണ്ടി എൻ്റെ 4ാമത്തെ IFFK ആണ്, ഇന്നൊരു പടം കണ്ടു, നമ്മളിനി നോക്കി ബുക്കൊക്കെ നോക്കിയിട്ട് അടുത്ത പടം കാണാൻ വേണ്ടി പോകണം. അങ്ങനെ കുറേ സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നുണ്ട്. അല്ല, ഇത്തവണത്തെ IFFK എന്ന് പറയുന്നത് യൂത്തിനെക്കാട്ടിലും ഏറ്റവും ഉപരിയായിട്ട് ഇതുപോലുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ, വയസ്സായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലാണ്. പിന്നെ ഈ നാടകത്തിൽ സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത ഒരു ചേട്ടൻ, ഇപ്പോൾ ഗോപിനാഥൻ ചേട്ടൻ, പുള്ളി അവിടെ നിൽക്കണം. ഞാൻ പോയി സംസാരിച്ചു. അപ്പോൾ പുള്ളി പറയുന്നത് എൻ്റെ ഇത് 4ാമത്തെ IFFK ആണ്, പക്ഷേ ഞാൻ 1-2 ദിവസമേ കാണുള്ളൂ. അതിന് വേണ്ടി പാസ് എടുത്ത് വന്നത് 1200 1400 രൂപ കൊടുത്ത് അവർ പാസ് എടുത്ത് ചുമ്മാ വന്ന് 2 ദിവസം 1-2 പടം കണ്ടിട്ട് അവർ പോകണം. പക്ഷേ സിനിമയോടുള്ള ക്രൈസാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയോടുള്ള ഇഷ്ടം, ക്രൈസൊക്കെ ഉള്ളവരാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇത്തവണത്തെ IFFKയുടെ പ്രത്യേകതയിൽ 2 മലയാള സിനിമകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഫാമിലിയും, പിന്നെ മറ്റൊരു ചിത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എങ്ങനെ ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? മലയാള സിനിമയാണ് വന്നിരിക്കുന്നത്. മലയാള സിനിമ വരുന്നതിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എനിക്ക് കുറഞ്ഞു പോയെന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഒരു 4-5 പടങ്ങൾ വന്നാൽ സന്തോഷമായിരിക്കും. 2 പടങ്ങളെന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്ര സന്തോഷം തോന്നുന്നില്ല. കുറച്ച് കൂടുതൽ കിട്ടിയാൽ വളരെയധികം സന്തോഷം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കുറേ അധികം ഫോറിനേഴ്സും പല ലാംഗ്വേജിലുള്ള ആൾക്കാരും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അവർക്ക് കൂടുതൽ മലയാളത്തെ പറ്റി അറിയേണ്ടത്. നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ അല്ല, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല മലയാള പടങ്ങൾ സെലക്ട് ചെയ്താൽ കൊള്ളാമെന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ.